എന്നാൽ 101ാമത് കൺവെൻഷൻ നടക്കേണ്ടത് 2025 ജനുവരി മാസം 3ാമത്തെ ആഴ്ചയിലാണ്. അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളോ വാർത്താക്കുറിപ്പുകളോ പത്രപ്രസ്താവനകളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചില നാളുകളായി കുമ്പനാട് കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടർമാനമായി നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ വളരെ ശുഷ്കവും പൊതുജന പങ്കാളിത്തം ഇല്ലാത്തതുമാണെന്നുള്ളത് വ്യക്തവുമാണ്. എന്താണ് സഭയ്ക്ക് സംഭവിക്കുന്നത്? എന്താണ് സഭയുടെ ഭാവി? എന്താണ് കുമ്പനാട് കൺവെൻഷന്റെ ഭാവി? വിശ്വാസികളും ശുശ്രൂഷകന്മാരും ആശങ്കയിലാണ്. ഇപ്പോൾ ഈ വിഷയം പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പെന്തക്കോസ്ത് സമൂഹത്തിലെ ആദ്യത്തെ പത്രമാണ് ഗുഡ് ന്യൂസ് വാരിക. ഗുഡ് ന്യൂസ് വാരികയുടെ പുതിയ ലക്കത്തിൽ അവർ കുമ്പനാട് കൺവെൻഷനെ കുറിച്ചാണ് കവർ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ആ കവർ സ്റ്റോറിയുടെ ടൈറ്റിൽ തന്നെ കുമ്പനാട് എന്ന് ഇട്ടിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. വാർത്ത വായിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ കോവിഡ് കാലത്തല്ലാതെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അലസത ക്രമീകരണങ്ങളിൽ വരുന്നുണ്ടോ എന്ന വിശ്വാസികൾ സംശയിക്കത്തക്ക സാഹചര്യം ഇക്കൊല്ലം പൊതുവെ കാണുന്നുവെന്ന് പറയപ്പെടുന്നു. നേതൃത്വത്തിന്റെ അഭാവം, സാമ്പത്തിക ആവശ്യങ്ങൾ, വരുമാനക്കുറവ്, വിദേശ സഭകളുടെ നിസ്സഹകരണം എന്നിങ്ങനെ കാരണങ്ങൾ പലതുണ്ടാകാം. അതോടൊപ്പം അധ്യക്ഷന്റെ അനാരോഗ്യവും. പാളിച്ചകൾ കണ്ട് മനസ്സിലാക്കിയും പഴയ കാലത്തേതുപോലെ ആലോചനകളും ക്രമീകൃതമായ ഒരുക്കങ്ങളും ചെയ്യേണ്ട സമയം അതിക്രമിച്ചെന്ന് ഞങ്ങൾ കരുതുന്നു. വേദിയിൽ അവസരങ്ങൾ ലഭിച്ചില്ല എന്ന്, ചിലർക്ക് കസേരകൾ പോലും സ്റ്റേജിൽ ലഭിച്ചില്ല എന്നുള്ളതും ദുഃഖകരമായ കാര്യമാണ്. കുമ്പനാട് കൺവെൻഷൻ ഇത്തവണ നടക്കാതിരിക്കുമോ എന്ന സംശയമുണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം സഭയുടെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ വാത്സൻ എബ്രഹാം ഇപ്പോൾ രോഗബാധിതനായി അമേരിക്കയിൽ ചികിത്സയിലാണ്. എങ്കിൽ ഈ വർഷം കുമ്പനാട് കൺവെൻഷൻ നടക്കുമോ? ഇത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഓരോ വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും ചോദ്യമാണ്. ഞാനും ആ ചോദ്യം ഉന്നയിക്കുന്നു. ഇത്തവണ കുമ്പനാട് കൺവെൻഷൻ നടക്കുമോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ ഇത്തവണ നടക്കുമോ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഗുഡ് ന്യൂസ് വാരികയിൽ വന്ന കവർ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയിലും ആ വാർത്തയിലും ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കുമ്പനാട് കൺവെൻഷൻ അടുത്തു വന്നിട്ടും അതിന്റെ ക്രമീകരണങ്ങളൊന്നും ആയിട്ടില്ല. ഒരു പ്രാർത്ഥന നടന്നു വരുന്നതല്ലാതെ സഭകൾക്കുള്ള കത്തുകളോ പത്രങ്ങൾക്കുള്ള കത്തുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പുകളും ഉണ്ടായിട്ടില്ല എന്നൊക്കെയായിരുന്നു ഗുഡ് ന്യൂസ് വാരികയിൽ അവർ സംശയമായി ഉന്നയിച്ചത്. അതുകൊണ്ട് ഈ വർഷം കൺവെൻഷൻ നടക്കുമോ എന്നുള്ളതായിരുന്നു സംശയം. ആ വാർത്തയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം സഭയുടെ ജനറൽ പ്രസിഡന്റായിട്ട് ഇപ്പോൾ ചുമതല വഹിക്കുന്ന പാസ്റ്റർ വാത്സൻ എബ്രഹാം രോഗബാധിതനായി അമേരിക്കയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജനറൽ കൗൺസിലിന്റെ എക്സിക്യൂട്ടീവിനിടയിൽ തന്നെ പല കാര്യങ്ങളിലും ഭിന്നതയുണ്ടെന്ന് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ കൺവെൻഷൻ നടക്കും, എന്താണ് അതിനുള്ള ക്രമീകരണം എന്നാണ് സംശയം ഉന്നയിച്ചത്. മാത്രവുമല്ല, സാമ്പത്തികമായ വലിയ ബാധ്യത കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ ഉണ്ടായി. ഈ വർഷത്തെ കൺവെൻഷന് ഫണ്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല, അതിന് പണമില്ല എന്നുള്ള ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു വാർത്ത ഗുഡ് ന്യൂസ് ചെയ്യുവാനുണ്ടായ മുഖാന്തരം. എന്നാൽ എക്സിക്യൂട്ടീവിന്റെ പേരിൽ, IPCയുടെ ജനറൽ എക്സിക്യൂട്ടീവിന്റെ പേരിൽ ആ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇപ്പോൾ ഒരു കത്ത്, ഒരു പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. 2 പേജുകളിലായി വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പത്രക്കുറിപ്പ് മുഴുവൻ ഗുഡ് ന്യൂസ് വാരികയ്ക്കെതിരെയുള്ള രൂക്ഷമായ പ്രതികരണമാണ്. ആ രൂക്ഷമായ വിമർശനം ഗുഡ് ന്യൂസ് വാരികയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആ കത്ത് ജനറൽ സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. എന്നാൽ ഈ കത്ത് അദ്ദേഹം പുറത്തിറക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. വ്യാജമായി ഉണ്ടായിട്ടുള്ള ഒരു കത്താണോ എന്നുള്ള കാര്യമുണ്ട്. ഇത് ഔദ്യോഗികമായി ഇറക്കിയതാണോ എന്നുള്ളതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല. ഈ കത്ത് വളരെ രൂക്ഷമായ ഒരു വിമർശനമാണ്. ഒരു മാധ്യമത്തിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിച്ചു എന്നുള്ള കാരണത്താൽ ഒരു സഭയുടെ നേതൃത്വം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു കാരണവശാലും പുറത്തിറക്കുവാൻ പാടില്ലാത്ത ഒരു കത്താണ് IPCയുടെ നേതൃത്വം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിൽ നിന്ന് എല്ലാ ലോക്കൽ സഭകൾക്കുമുള്ള അറിയിപ്പ് ഒക്ടോബർ മാസം തന്നെ നൽകിയിട്ടുള്ളതാണ്. സഭകളുടെയും സെന്ററുകളുടെയും നേതൃത്വത്തിൽ കുമ്പനാട്ട് പ്രയർ ചേംബറിൽ IPC പ്രയർ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 67 ദിവസങ്ങളിലായി ഉപവാസ പ്രാർത്ഥന നടന്നു വരുന്നു. കൂടാതെ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി മലബാർ മേഖലയിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഒക്ടോബർ 14 മുതൽ 17 വരെ സെൻട്രൽ പാസ്റ്റർമാരുടെയും സീനിയർ ശുശ്രൂഷകന്മാരുടെയും പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്തപ്പെടുകയുണ്ടായി.
23/10/2024 ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, ഉപ്പുതറ, കുമ്മളി, തേക്കടി, നെടുങ്കണ്ടം, ഉടുമ്പൻചോല സെന്ററുകൾ സംയുക്തമായി കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ നടത്തി. 30/10/2024 ആലപ്പുഴ ജില്ലയിലും പ്രാർത്ഥനാ സംഗമം നടത്തുകയുണ്ടായി. ഇവിടെ ജനറൽ കൺവെൻഷനെ പറ്റി അടിസ്ഥാനരഹിതമായ വാർത്ത ചമയ്ക്കും മുമ്പ് സഭയുടെ ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നത് ലേഖകന്റെയും ഗുഡ് ന്യൂസ് വാരികയുടെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. പാസ്റ്റർ ഡോക്ടർ ബേബി വർഗീസ്, ജനറൽ സെക്രട്ടറി, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, കുമ്പനാട്, 7/12/2024. ഇതാണ് കത്ത്. ജനറൽ സെക്രട്ടറി പാസ്റ്റർ ബേബി വർഗീസിൻ്റേത് എന്ന നിലയിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ഈ ലെറ്റർ അദ്ദേഹം എഴുതിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇത്ര നിലവാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തപ്പെടുമോ എന്നതിൽ എനിക്കിപ്പോഴും സംശയമുള്ളത് കൊണ്ടാണ്. ഗുഡ് ന്യൂസ് അതിന് മറുപടി നൽകും. അതിന് ആദ്യമായിട്ട് ഞങ്ങൾ അറിയേണ്ടത് IPCയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണോ ഈ ലെറ്റർ എഴുതിയത് എന്നുള്ളതാണ്. ഈ വീഡിയോ ആകസ്മികമായി കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ആ 2 വീഡിയോകളിലും പറഞ്ഞിരിക്കുന്ന പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇരുപക്ഷത്തെയും വ്യക്തിപരമായി അറിയാത്തതുകൊണ്ടും പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ മാത്രം പറയാം. കൺവെൻഷനുകൾ കൊണ്ട് പല പ്രയോജനങ്ങളുണ്ടെങ്കിലും 1 വർഷം അത് നടന്നില്ല എന്ന് വച്ച് ഒന്നും സംഭവിക്കില്ല. എന്നാലും ഇരുപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അനാവശ്യമായി 2 സംശയങ്ങൾ പ്രതിപക്ഷത്തു നിന്നുണ്ടായി എന്നതാണ്. കാരണം ഭരണപക്ഷം പറയുന്നതനുസരിച്ച് അവർ സഭകളിലേക്ക് നോട്ടീസ് അയച്ചു, പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നു, സ്റ്റേജിന് വേണ്ട ക്രമീകരണങ്ങൾക്ക് ആവശ്യമായ നടപടികൾ എടുത്തിരിക്കുന്നു. ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഈ കൺവെൻഷൻ നടക്കുമോ എന്ന് സംശയിക്കേണ്ട ന്യായമായ ഒരു കാര്യവും ഇവിടെ കാണുന്നില്ല. നേതാവിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ലേ? അല്ലെങ്കിൽ നേതൃനിരയിൽ അടുത്ത വേറെ ആളുകളില്ലേ? അപ്പോൾ ആദ്യത്തെ പ്രശ്നം തക്കതായ കാരണങ്ങളില്ലാതെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംശയം ഉയർന്നു വന്നു എന്നുള്ളതാണ്. അതിന് മറുപടിയായി ഭരണപക്ഷത്ത് നിന്ന് പത്രക്കുറിപ്പ് ഇറക്കിയതായി കാണുന്നു. പ്രസ്തുത പത്രക്കുറിപ്പിന് മറുപടിയായി പ്രതിപക്ഷത്ത് നിന്ന് 2ാമത്തെ സംശയമുണ്ടായി എന്നതാണ് രസകരം. അതായത് സഭയുടെ ലെറ്റർ പാഡിൽ പ്രിൻ്റ് ചെയ്ത പത്രക്കുറിപ്പിൻ്റെ അവസാന ഭാഗത്ത് ഒപ്പിട്ടിരിക്കുന്ന വ്യക്തി തന്നെയാണോ ആ പത്രക്കുറിപ്പ് എഴുതിയത് എന്നാണ് സംശയം. ആരെഴുതിയാലും ഒപ്പിട്ട ആൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ടെന്നും അത് ഭരണപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ് എന്നും ചിന്തിക്കുന്നതാണ് സാധാരണ യുക്തി. അതിനാൽ അവിടെ സംശയത്തിന് ന്യായമായ കാരണമൊന്നും കാണുന്നില്ല. അപ്പോൾ മൊത്തം ഒരു സംശയത്തിൻ്റെ കാർമേഘം കലർന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകും. കൺവെൻഷനൊക്കെ നടക്കും. അഥവാ നടന്നില്ലെങ്കിൽ അത് നമുക്ക് അടുത്ത പ്രാവശ്യം നടത്താം. ഇങ്ങനെ ബേജാറാകേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. ഏതായാലും ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സാന്ദർഭികമായി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ചിലർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നില്ല, ചിലർക്ക് സ്റ്റേജിലിരിക്കാൻ കസേര കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നത് കേട്ടു. സത്യത്തിൽ എന്തിനാണ് ഇത്രയും പേർ സ്റ്റേജിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നത്? താൻ ഏതോ വലിയ ഒരു സംഭവമാണ് എന്ന് എല്ലാവരും കാണണമെന്ന ഒരു ചിന്ത കൊണ്ടല്ലേ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകുന്നത്? ഇനി അയാൾ അതാരാണെങ്കിലും സ്റ്റേജിലിരുന്നിട്ട് ദൈവത്തിനും ജനത്തിനും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇരിക്കുന്നവന് ഒരു സുഖം, അത്രമാത്രം. അതൊക്കെ വളരെ തരം താഴ്ന്ന ചിന്തയാണ്, തികച്ചും അനാത്മീയമാണ്. അതുകൊണ്ട് ഇനിമേൽ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യേണ്ട ആൾ മാത്രമേ സ്റ്റേജിൽ കയറാവൂ. അതാണ് എൻ്റെ എളിയ അഭിപ്രായം. എല്ലാ പ്രധാനികളെയും സ്റ്റേജിലിരുത്താൻ പറ്റുമോ? സ്റ്റേജിലിരിക്കാത്തവരെല്ലാം മണ്ടന്മാരും ജഡികന്മാരുമാണോ? എന്താണ് ഈ സ്റ്റേജിലിരിക്കുന്നവരുടെയൊക്കെ മനസ്സിലിരിപ്പ്, ആഗ്രഹം എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇനി പ്രസംഗകരുടെ മത്സരത്തെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ.
പ്രസംഗകർക്ക് അവസരം കിട്ടുന്നില്ല എന്നാണല്ലോ പരാതി. സത്യം പറഞ്ഞാൽ കാര്യമായ ആത്മീയ പ്രയോജനമുള്ള നല്ല പ്രസംഗം പറയുന്ന ആരും തന്നെ ഇവിടെ എങ്ങുമില്ല. പ്രസംഗിക്കാൻ മത്സരിക്കുന്നതല്ലാതെ കേൾക്കാൻ ആളുകൾ മത്സരിച്ച് ഇടിച്ചുകൂടുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ഏത് ജഡികൻ അവിടെ വന്ന് പ്രസംഗിച്ചാലും അവിടെ അത്രയും ആളുകളുണ്ടാകും. അവർ ആ പറയുന്നതെല്ലാം കേൾക്കും, നിർത്തുന്നത് വരെ കേൾക്കും, എന്ത് പറഞ്ഞാലും കേൾക്കും. ഇടയ്ക്കൊക്കെ സ്തോത്രവും പറയും. തിരിച്ചു പോകുന്ന വഴിക്ക് അവർ എന്തോ ഒരു നഷ്ടബോധത്തോടെ മൊത്തം ഇതെല്ലാം ഒരു അധഃപതനമാണല്ലോ എന്ന് ചിന്തിച്ച് മടങ്ങിപ്പോകും. ആരോട് പറയാനാ? മാത്രമല്ല, ഒരു പ്രാവശ്യം കൺവെൻഷനിൽ പ്രസംഗിച്ചവർക്ക് പിന്നീട് ഒരു 5 വർഷത്തേക്കെങ്കിലും അവസരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയോ നന്നായി പ്രസംഗിക്കുന്ന വേറെ പാസ്റ്റർമാരുണ്ട്. അവർക്കെല്ലാം മാറി മാറി പ്രസംഗിക്കാൻ അവസരം കൊടുക്കേണ്ടതല്ലേ? ഈ വലിയവരുടെയും ചെറിയവരുടെയും പ്രസംഗങ്ങൾ തമ്മിൽ വാസ്തവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് സാമാന്യം കൊള്ളാവുന്ന പ്രസംഗകരെയൊക്കെ നറുക്കിട്ട് തിരഞ്ഞെടുക്കണം. സക്കറിയാവിന് കൂറു വീണതുപോലെ പ്രസംഗകരുടെ ലിസ്റ്റിൽ നിന്ന് നറുക്കു വീഴട്ടെ. അങ്ങനെ പ്രസംഗത്തിൻ്റെ പ്രശ്നവും മത്സരവും അതോടെ അങ്ങ് തീരും. പിന്നത്തെ പ്രശ്നം പാട്ടാണ്. നല്ല പഴയ ആരാധനാഗാനങ്ങൾ നല്ല ആത്മീയരായ ദേവദാസന്മാർ തിരഞ്ഞെടുത്ത് കൊയറിന് കൊടുക്കണം. അതാണ് കൊയർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കൊയർ തന്നെ പാട്ട് തിരഞ്ഞെടുക്കരുത്. പഴയ പാട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് പുതിയ പാട്ടെല്ലാം മോശമാണ്, അനാത്മീയമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും പഴയ പാട്ടൊക്കെ ആത്മാവിൽ നിന്ന് വന്നതായിരുന്നു. ആത്മനിറവിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ എഴുതിയതായിരുന്നു. ഇന്ന് പലരും പാട്ട് എഴുതുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ? അത്തരം പാട്ടുകൾ, ആത്മാവിൽ നിന്ന് വന്ന പഴയ പാട്ടുകൾ ആത്മാവിൽ വന്ന് തറച്ചു കൊള്ളും. സംഗീത ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ പാടിയാലും ആളുകൾ അതിനോട് സഹകരിച്ച് ഇളകി കൈയടിച്ച് പാടുന്ന അനുഭവങ്ങൾ എത്രയോ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്നത്തെ പുതിയ പാട്ടുകൾ പാടുന്നവർ ജനത്തെ ഇളക്കാൻ വേണ്ടി വല്ലാതെ അവരെ വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൈയടിക്ക്, തുള്ള്, ഡാൻസ് ചെയ്യാം എന്നൊക്കെ. എന്നിട്ടും ജനങ്ങൾ ഒരനക്കവും ഇല്ലാതെ അവിടെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇതൊന്നും ആത്മാവിൽ നിന്ന് വന്ന ആത്മീയ ഗാനങ്ങളല്ല. അതാണ് പ്രശ്നം. ജഡത്തിൽ നിന്ന് വരുന്നത് ജഡത്തിലേ കൊള്ളുള്ളൂ, ആത്മാവിൽ നിന്ന് വരുന്നത് ആത്മാവിൽ കൊള്ളും. കൺവെൻഷൻ ഗ്രൗണ്ടിൽ പുറകിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ ഡ്രമ്മിൻ്റെയും കീബോർഡിൻ്റെയും ഒക്കെ ഒച്ചയല്ലാതെ പാട്ടിൻ്റെ വരികളൊന്നും കേൾക്കാനേ കഴിയുന്നില്ല. അതിനാൽ ഈ വർഷിപ്പ് സോങ്സിൻ്റെ കാര്യത്തിൽ, വർഷിപ്പ് ഭാഗത്തിൻ്റെ കാര്യത്തിലും കൃത്യമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. വെറുതെ അടിച്ചു പൊളിച്ച് നടക്കുന്ന പിള്ളേരെയെല്ലാം പിടിച്ച് പാട്ട് പാടാൻ പരിശീലിപ്പിച്ചിട്ട് അവിടെ ആരാധന നടത്തിയാൽ അതുകൊണ്ടൊന്നും ജനത്തിന് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല, ഒരനുഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നേതാക്കളോട്, എല്ലാ പാസ്റ്റർമാരോടും പറയാനുള്ള ചില കാര്യങ്ങൾ. സഭയുടെ വളർച്ചയും തളർച്ചയും നിങ്ങളുടെ കയ്യിലാണ്. നേതൃത്വം എപ്പോഴും, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ആത്മീയത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും വളരെ പ്രധാനമാണ്. ജനങ്ങളെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്തേണ്ടത്, അവരെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അവരെ കണ്ട് മനസ്സിലാക്കി വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയെല്ലാം സമൂഹത്തെ വിഴുങ്ങിയതുപോലെ തന്നെ സഭകളെയും വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പെന്തക്കോസ്തിലായതുകൊണ്ടും പാസ്റ്ററായതുകൊണ്ടും സ്വർഗത്തിൽ പോകുമെന്ന് ആരും ഒരു ഗ്യാരണ്ടി ആയിട്ട് വിചാരിക്കരുത്. അത് പ്രത്യേകം ഓർത്തുകൊള്ളണം. പൗലോസിനെ പോലെ ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണി, ചപ്പെന്നും ചവറെന്നും എണ്ണി, വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ലാക്കിലേക്ക് ഓടിയവനാണ് പൗലോസ്. ശുശ്രൂഷയ്ക്കിറങ്ങുമ്പോൾ കപ്പലുണ്ടായിരുന്ന പൗലോസ് ശുശ്രൂഷ തികച്ചപ്പോൾ പുതപ്പ് പോലും ഇല്ലാത്തവനായി. ഇന്ന് പലരെയും കാണുമ്പോൾ പുതപ്പില്ലാതെ ശുശ്രൂഷയ്ക്കിറങ്ങിയവർ ശുശ്രൂഷ കഴിയുമ്പോൾ കോടികളുമായി നാടുവിടുന്ന അനുഭവങ്ങൾ എത്രയെന്ന് എണ്ണി നോക്കുക. ഇവരൊക്കെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നരകം ഉറപ്പാണ്.
അവരെയൊക്കെ അറിയുന്നവർ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കണക്ക് ചോദിക്കുന്നവൻ ദൈവം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ നേടിയതെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി തിരികെ കൊടുത്തില്ലെങ്കിൽ ദൈവം കണക്ക് ചോദിക്കുന്ന സമയം അടുത്തു വരികയാണ്. ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു. ചില ശുശ്രൂഷകർ സുഖലോലുപരായി ജീവിക്കുമ്പോൾ മറ്റു ചില ശുശ്രൂഷകർ പട്ടിണി കിടന്ന് ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നത് ഇന്നത്തെ ആത്മീയ ഗോളത്തിൻ്റെ പരാജയമല്ലേ? അത് നേതൃവൃന്ദത്തിൻ്റെ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ദൈവദാസന്മാർ എന്ന് പേരെടുത്തവരെ ദ്രവ്യദാസന്മാർ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ കളിയാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതാണ്. ദൈവജനം ദൈവവേലയ്ക്കായി കൊടുക്കുന്ന പണം അതാത് സമയങ്ങളിൽ ദൈവവേലയ്ക്കായി ചിലവാക്കേണ്ടതാണ്. ദൈവവേലയ്ക്കായി ലഭിക്കുന്ന പണം സ്വന്തം പേരിലാക്കി പണക്കാരനാകുന്നതും ബാങ്കിൽ കെട്ടിക്കിടക്കുന്നതും മഹാപാപമാണ്. അത് നരകശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ദൈവദാസന്മാർക്ക് തങ്ങളുടെ ന്യായമായ ചിലവിന് മാത്രമേ സഭയുടെ വരുമാനത്തിൽ നിന്നും എടുക്കുവാൻ അനുവാദമുള്ളൂ. പൗലോസിനെ നോക്കുക. പഴയ നിയമത്തിൽ ലേവ്യരുണ്ട്, ദശാംശമുണ്ട്, പരിച്ഛേദനയുണ്ട്, ശാബത്തുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയായി. എന്നാൽ കർത്താവ് പറഞ്ഞു, രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ. അതിനാൽ അവനവൻ്റെ ആത്മീയ കാഴ്ചപ്പാടനുസരിച്ച് ദാനധർമ്മമായി, സ്തോത്രകാഴ്ചയായി, ദൈവവേലയ്ക്കായി, സുവിശേഷ വേലയ്ക്കായിട്ടാണ് ജനം കൊടുക്കുന്നത്. എന്നാൽ അതൊക്കെ അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കുന്ന ദ്രവ്യദാസന്മാർ ജനിക്കാതിരുന്നെങ്കിൽ അവർക്ക് നന്നായിരുന്നു. ശൗലിന് പറ്റിയതുപോലെ ഇന്ന് പലർക്കും പറ്റുകയാണ്. പ്രതീക്ഷിക്കാതെ അർഹിക്കാത്ത നിലയിൽ മടിയിൽ കനം വന്നതോടെ അവരുടെ ആത്മാവും പോയി, ഉള്ള വെളിച്ചവും പോയി, സാമാന്യ ബുദ്ധിയും പോയി. പിന്നെ ആത്മാവുള്ളവൻ്റെ പുറകെ കുന്തവുമായി പാഞ്ഞു നടക്കുകയാണ്. കർത്താവ് സ്വന്തം രക്തത്താൽ വിലക്കി വാങ്ങിയ സഭയെ ചിലർ സ്വന്തം സ്വകാര്യ സ്വത്താക്കി മാറ്റിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. ജീവിതകാലം മുഴുവൻ സുവിശേഷ വേല ചെയ്തിട്ടും ജീവിക്കാൻ പണമില്ലാത്തവരും വീടില്ലാത്തവരും നമ്മുടെ ഈ നാട്ടിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കി പരിഹാരം വരുത്തേണ്ടത് നേതാക്കളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. കർത്താവിൻ്റെ ആഗ്രഹവും പ്രമാണവും അനുസരിച്ച് നടന്നില്ല എങ്കിൽ ഫലം നരകമായിരിക്കും. ദൈവത്തിന് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. പട്ടിണി കിടക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിൻ്റെ ഹൃദയവേദനയാണ്. ദശാംശം വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർ ദൈവത്തിനും സഭയ്ക്കും നാണക്കേടാണ്, അപമാനമാണ് എന്ന് മനസ്സിലാക്കണം. നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയിൽ എല്ലാ കാര്യത്തിലും ഓരോ അവയവത്തിനും തുല്യമായ അവകാശവും ഉത്തരവാദിത്വവുമാണുള്ളത്. ഒരു അവയവം മാത്രം അടിച്ചുപൊളിച്ച് തിന്നുകുടിച്ച് ജീവിച്ചാൽ അതുമാത്രം വളർന്ന് ശരീരം വികൃതമായി തീരും. അങ്ങനെ സഭ എന്ന ശരീരത്തെ ലോകത്തിന് മുമ്പിൽ വികൃതമാക്കുന്നവരെ കർത്താവ് നിത്യശിക്ഷ കൊണ്ട് സന്ദർശിക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഏതോ ഒരു പ്രസ്ഥാനവും വളരണമെങ്കിൽ, ഉണരണമെങ്കിൽ, ഉണർവുണ്ടാകണമെങ്കിൽ ചെറുപ്പക്കാർ നേതൃനിരയിൽ വരണം. അതുകൊണ്ട് ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ ശുശ്രൂഷകരെല്ലാവരും ഒഫീഷ്യൽ പദവികളിൽ നിന്നും മാറി ചെറുപ്പക്കാരായവർക്ക് പുതുരക്തത്തിന് അവസരം കൊടുക്കണം. അവർ അവരുടെ പുതിയ ആശയങ്ങളും ശക്തിയുമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കട്ടെ. അവരുടെ കുറവുകളും അവർക്ക് വേണ്ട ശിക്ഷണവും ഉപദേശവും ഒക്കെ കൊടുക്കുവാൻ മുതിർന്ന നേതാക്കൾ അവരുടെ പിന്നിൽ നിൽക്കട്ടെ. അതാണ് ശരിയായിട്ടുള്ള കാര്യം. പൗലോസൊക്കെ തിമോത്തിയെ പരിശീലിപ്പിച്ച് വളർത്തിയില്ലയോ? ഇന്ന് പല വൻമരങ്ങളുടെയും കീഴെ ചെറിയ മരങ്ങൾക്ക് വളരുവാൻ അവസരമില്ലാതിരിക്കുകയാണ്. ഇതൊക്കെ സഭയെ തളർത്തുന്ന പ്രവണതകളാണ് എന്ന് നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ ഇടയനായ കർത്താവിൻ്റെ കയ്യിൽ നിന്നും വലിയ അടി മേടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ദുരുപദേശങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ പ്രാപ്തരായ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിൽ, പരിശീലിപ്പിക്കുന്നതിൽ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകൾ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്.
പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു യുവതലമുറയെ വളർത്തുന്നില്ല. നേതാക്കളുടെ അധികാരത്തിനും അടിമത്തത്തിനും കീഴിൽ ഈ ചെറുപ്പക്കാരൊക്കെ തകർന്ന് പ്രതികരണശേഷിയില്ലാതെ സ്വയം ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു സമൂഹമായി, കൂട്ടമായി നമ്മൾ അധപ്പതിച്ചിരിക്കുകയാണ്. അഥവാ ഇനി കൺവെൻഷൻ നടന്നില്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് ഇതുവരെ സുവിശേഷ യോഗം നടക്കാത്ത അനേക ഗ്രാമങ്ങളിൽ, ഒരു കുറഞ്ഞതൊരു 500 ഗ്രാമങ്ങളിലെങ്കിലും നന്നായിട്ട് യോഗം നടത്തുവാൻ കഴിയും. അതല്ലേ നല്ലത്? സത്യത്തിൽ അതാണ് ദൈവത്തിന് പ്രസാദം. അതിനു പകരമായി ഇത്തരം കൂറ്റൻ കൺവെൻഷനുകളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ച് പേർക്ക് ആളാകാമെന്നതിൽ കവിഞ്ഞ് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ വിഷയത്തിൽ ഒരു യോജിപ്പുണ്ടാകാൻ സാധ്യതയില്ല. ചെറിയ മീറ്റിങ്ങുകളാണ് വാസ്തവത്തിൽ കൂടുതൽ പ്രായോഗികവും പ്രയോജനവും ചിലവ് കുറഞ്ഞതും. മാത്രമല്ല, കൂടുതൽ പ്രസംഗിക്കുവാനും പ്രസംഗകർക്കും പാട്ടുപാടുന്നവർക്കും ഒക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാനും അവർക്കതൊരു പരിശീലനമായി തീരാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നത് ചെറിയ ചെറിയ സുവിശേഷ യോഗങ്ങൾക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ജനുവരി മാസം വരുമ്പോഴേക്ക് ഏതാണ്ട് ഒരേ ദിവസങ്ങളിൽ എല്ലാ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെയും സഭകളുടെയും കൺവെൻഷൻ നടത്തും. എൻ്റെ എളിയ അഭിപ്രായത്തിൽ നമ്മുടെ ഈ IPC, ചർച്ച് ഓഫ് ഗോഡ്, AG തുടങ്ങിയ പെന്തക്കോസ്ത് സഭകളെല്ലാം സഹകരിച്ച് ഒരുമിച്ച് എല്ലാ വർഷവും കൺവെൻഷൻ നടത്തുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ചിലവ് വളരെ കുറയുകയും ഓരോ വർഷവും വൻ തുക ശേഖരിച്ച് സേവ് ചെയ്ത് സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ അവരവർക്ക് ചെറിയ യോഗങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയും. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കൺവെൻഷനുകളിൽ മറ്റ് സഭക്കാർ കൂടി വരികയും അങ്ങനെ അതൊരു വലിയ സംഭവമായി, സാക്ഷ്യമായി തീരുവാനുമുള്ള ഒരു മുഖാന്തരമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ പെന്തക്കോസ്തുകാർക്ക് എല്ലാവർക്കും കൂടി ഒരു പൊതുവായ കൺവെൻഷൻ നടത്തുവാൻ ഏതെങ്കിലും ഒരു നല്ല കുന്നിൽ കുറഞ്ഞതൊരു 100 ഏക്കർ വാങ്ങി സ്ഥിരമായ പന്തലും ഇട്ട് കൊടുക്കണം. അപ്പോൾ പാടാനും പ്രസംഗിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരെല്ലാം അവിടെ വന്നു കൂടട്ടെ, സ്ഥിരമായി ആത്മീയ കൂട്ടായ്മകൾ നടക്കട്ടെ. അത് ഒരു നല്ല സാക്ഷ്യമാണ്. അപ്പോൾ ആത്മീയ താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാനും സഹകരിക്കാനും വളരാനും പരസ്പരം കാണാനും അങ്ങനെ പ്രയോജനമുള്ള ആത്മീയരായി തീരുവാനുമുള്ള അവസരങ്ങൾ അത് സൃഷ്ടിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളെ നിസ്വാർത്ഥമായി സഭയ്ക്ക്, കർത്താവിൻ്റെ സഭയ്ക്ക് പ്രയോജനമുള്ള നല്ല സാക്ഷ്യമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ, പ്രായോഗികമാക്കിയെടുക്കണമെങ്കിൽ സ്വാർത്ഥതയില്ലാത്ത ദർശനമുള്ള നേതാക്കൾ വേണം. ദർശനമില്ലാത്തിടത്ത് ജനങ്ങൾ നശിക്കും. നേതാക്കളെല്ലാം വലിയ ആളുകളാകാൻ നോക്കും. അവരുടെ പ്രസ്ഥാന താല്പര്യവും പ്രസ്ഥാനവൽക്കരണവുമായിട്ട് മുമ്പോട്ട് പോകും. അവസാനം അങ്ങനെ അവർ സ്വയം നശിക്കുകയും ചെയ്യും. അത് വരാതിരിക്കട്ടെ. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയാത്തവർ യഥാർത്ഥ നേതാക്കളല്ല.